ഹായ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജും ക്യാരറ്റും തോരനാണ് വെച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ക്യാബേജും ക്യാരറ്റും വെക്കണത് പിടിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോൾ ആ വീഡിയോ കാണാനില്ല. എങ്ങനെയോ ഡിലീറ്റ് ആയി പോയെന്ന് ഒരു പിടിയും കിട്ടണില്ല. കുറേ ആലോചിച്ച് നോക്കി എങ്ങനെയാണ് പോയെന്ന്, പക്ഷെ ഒരു പിടിയും കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും കൂടി തിരുമ്പി വെച്ച ക്യാബേജ് അതിലിട്ട് ഇളക്കി അത് ശരിയായപ്പോൾ മാറ്റി വെച്ചു. പിന്നെ ചക്കക്കുരു മാങ്ങയാണ് വയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ചക്കക്കുരു കഴുകി അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു. ചക്കക്കുരു നന്നായി വേവണ ചക്കക്കുരു ആയിരുന്നു. ഒരു തിളച്ചപ്പോഴേക്കും ചക്കക്കുരു വെന്ത് കിട്ടി. അതിലേക്ക് മാങ്ങ ഇട്ടു. മാങ്ങ തിളച്ച് കഴിഞ്ഞപ്പോൾ വാങ്ങി വെച്ച് ഉള്ളി കാച്ചി ഉള്ളിയിട്ട് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മൂക്കണം കേട്ടോ. ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ച് ഇത് അതിലേക്ക് ഒഴിച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നാളികേരം വെളിച്ചെണ്ണ ആക്കാനായിട്ട് ഉണക്കാനായിട്ട് വെക്കുകയാണ്. ഞാനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതാണ് ക്യാമറ കിടന്നിങ്ങനെ വിറയ്ക്കണത്. ഞാനാണ് ക്യാമറ പിടിക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജാതിക്കായും അടയ്ക്കയും കൂടി ഉണക്കാനായിട്ട് വെച്ചു. അപ്പോൾ അമ്മ അവിടെ ആ പണിയൊക്കെ ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അടുപ്പിൽ കത്തിക്കാനായിട്ട് ചകിരി ഉണങ്ങി കിട്ടണം. അപ്പോൾ ചകിരി ഉണക്കാനിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചകിരി ഉണക്കാനിടാനുള്ള പരിപാടിയിലാണ്. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. അപ്പം അത് അപ്പൻ ചോറൂണ് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് പോണതാണ് മുറ്റത്തേക്ക്. അകത്ത് പാത്രം കഴുകാൻ സൗകര്യം ഉണ്ടായാലും മുറ്റത്തേക്ക് അപ്പം പാത്രം കഴുകാനായിട്ട് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. അതെ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ആ പാഷൻ ഫ്രൂട്ടൊക്കെ പടർന്ന് പന്തലിച്ചൊരു പന്തൽ പോലെയായിട്ട് അതുമ്പോൾ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ടെറസിൻ്റെ മുകളിലും ഒക്കെ. ടെറസിൻ്റെ മുകളിൽ നന്നായിട്ട് കാണാം കേട്ടോ ഉണ്ടായി കിടക്കണത്. നന്നായിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. കുഞ്ഞിതൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞിത് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ വലുതായി വരുന്നത്. അപ്പോൾ അത് പിള്ളേരുടെ സ്കൂൾ വണ്ടി പോണതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് എടുത്തതാണ്. കണ്ടില്ലേ, ടെറസിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ നന്നായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കണ്ട. അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ട്, പഴുത്തിട്ടില്ല. വലുതായി കിടക്കണുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഉണ്ടായി കിടക്കണത്. നമ്മുടെ വീട്ടിലിങ്ങനെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് ആയാലും എന്തായാലും നട്ടിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ നിറയും. അത് കാണുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. പിന്നെന്താ, ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവണിക്ക് മുന്നേ ഉണ്ടായി കഴിയുമ്പോൾ അത് പൊട്ടിച്ച് തിന്നാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉണ്ടായി കഴിയുമ്പോൾ അത് പൊട്ടിക്കാനും തോന്നില്ല, ഉണ്ടായി കിടക്കണം ഇങ്ങനെ കാണുമ്പോൾ. ഇത് ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. കൊന്നമരത്തിൻ്റെ കൊമ്പും ചില്ലകളും ഇലകളൊക്കെയാണ് ആ കാണുന്നത്. കൊന്നമരം നിൽക്കണ കാരണം അതിൻ്റെ ചില്ലകളൊക്കെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കണ കാരണം കൊണ്ട് മുഴുവനായിട്ട് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മുകളിൽ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി പടർന്ന് നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പന്തലിട്ട പോലെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതിലത്ര കിട്ടണ്ടോയെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഭംഗി. അവിടെ ഒരെണ്ണം മാത്രമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. കാണാൻ പറ്റണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ. കാണാൻ പറ്റുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പാഷൻ ഫ്രൂട്ടൊക്കെ. അപ്പം ഞങ്ങളുടെ വീട്ടിലൊന്നും പാഷൻ ഫ്രൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പുറത്തെ വീട്ടിലൊക്കെ നിറയെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ചുണ്ടായി ഇങ്ങനെ കിടക്കണ്ടാവും. താഴെയൊക്കെ വീണ് കിടക്കണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ അത് പറക്കാനായിട്ട് ഞങ്ങളെല്ലാവരും പോവായിരുന്നു. എന്നിട്ട് അത് പറക്കി കൊണ്ടിട്ട് അത് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇളക്കി സ്പൂൺ കൊണ്ട് കോരി കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു അത് അങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ കാഴ്ചകളും പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കണതൊക്കെ കണ്ട് അത് ആസ്വദിച്ച് കഴിഞ്ഞ് താഴേക്ക് വന്ന് കഴിഞ്ഞിട്ട് അടിച്ചു വാരാമെന്ന് വിചാരിച്ച് അടിച്ചൊക്കെ വാരി. മിറ്റമൊക്കെ അടിച്ചു വാരിയായിരുന്നു. അടിച്ചു വാരുന്നതൊന്നും എടുത്തില്ല. ആകെ അടിച്ചു വാരുന്നത് മാത്രമേ എടുത്തുള്ളൂ. വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എല്ലാം അവിടുത്തെ അടിച്ചു വാരുന്നത് കാണിപ്പിച്ചിട്ട് നിങ്ങളെ. അങ്ങനെ വിചാരിച്ച് അതൊന്നും എടുത്തില്ല.
അപ്പോൾ അലക്കാനായിട്ട് സോപ്പ് പൊടി ഇത്തിരി ഉണ്ടായുള്ളൂ. അപ്പോൾ ഉള്ളേന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് എടുത്ത് സോപ്പ് കൂട്ടി വെച്ച് അതങ്ങോട്ട് അലക്കിയിട്ടു. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പണികളും പരിപാടികളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പണികൾ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ കാണുന്നവർ അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ കൂടെയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.